സ്വീകരിക്കുവാൻ തൗഫീഖും ഭാഗ്യവും അല്ലാഹു തരട്ടെ. മഹാന്മാരെ സ്നേഹിക്കുകയും മഹാന്മാരെ നിലപാടുകയും അവരുടെ ജീവിത ചരിത്രങ്ങൾ ഓതുകയും അവരുടെ ബയോഗ്രഫികൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. وكلا نقص عليك من أنباء الرسل ما نصدق به فؤادك. പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് നബിമാരെ കിസ്സകൾ അവരുടെ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആൻ ചെന്ന് ആ ഖുർആൻ ഒരുപാട് നബിമാരെ യാതനകൾ അവരുടെ കഷ്ടങ്ങൾ എല്ലാം ചെന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായ നബിയെ മാ നുസബ്ബിഹു ബിഹി ഫുആദക നബിയെ നിങ്ങളുടെ ഖൽബും നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരത കിട്ടുകയായിട്ട് അത് പേടിക്കാണ്ട് ഈ ദീനുമായിട്ട് നിങ്ങൾ മുതൽ പോകുകയായിട്ട് ആൾക്ക് പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു. അപ്പൊ ഹൃദയത്തെ ശുദ്ധീകരണം ഹൃദയത്തിന് സ്ഥിരത കൊടുക്കൂ. ഒരുപാട് സാലിഹീന വിഷയത്തിൽ കേട്ടെങ്കിൽ മനസ്സിലാവും. മാത്രമല്ല സ്വാധീനങ്ങളെ സ്നേഹിക്കുന്നത് ദോഷമാപ്പായി കിട്ടുള്ള സഹോദരർക്ക് ഹദീസുകളിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാണ്. റജബ് ദിനത്തിൽ വഫാത്തായത്തെ ഏറ്റവും വലിയ മഹാനാണ് ഞങ്ങളുടെ ഇമാം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. ഒരുപാട് ടൈറ്റിലുകളുണ്ട്. ഇമാമുൽ അഇമ്മ, എല്ലാ ഇമാമിങ്ങളുടെ ഇമാം ചെന്നിട്ട് ബഹുമാനപ്പെട്ടവർ അറിയപ്പെടും. 4 മദ്ഹബുകളുണ്ട്. പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിലെ 4 മദ്ഹബുകളുണ്ട്. ധാരാളം ജാതികളുണ്ട്. ഈ മദ്ഹബുകളുണ്ട്. അങ്ങനെ ഈ കോസ്റ്റൽ ഏരിയകളിലെല്ലാം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളാണ്. അഥവാ ഷാഫി മദ്ഹബുകാരാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത മദ്ഹബുകളായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ അൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഹനഫി മദ്ഹബ് പ്രകാരം ജീവിക്കുന്ന ആൾമാർ ഇന്ത്യയിലെ പല ഭാഗത്തുമുള്ള മക്കത്തിൽ പോയെങ്കിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹംബലി മദ്ഹബ് സ്വീകരിക്കുന്ന ആൾമാരാണ് ചന്ദ്രൻ ആൾമാർ. മദീനത്തിൽ പോയെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തിലെ ജന്മവും മദീനത്തിലെ വഫാത്തായിട്ട് ജന്നത്തുൽ ബഖീൽ അന്വേഷണം കൊണ്ടുവന്നത്തെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാലിക്കി മദ്ഹബ് സ്വീകരിക്കുന്ന ആൾമാരാണ്. അഥവാ കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാമും നോമ്പും സകാത്തും ഹജ്ജും പോലെയുള്ള ദൈനംദിന കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് മാലിക്കി മദ്ഹബ് സ്വീകരിക്കുന്ന ആൾമാർ മദീനത്തിലാണ്. അങ്ങനെ വ്യത്യസ്തമായ ജാതികൾ മദ്ഹബ് ഒരുപാട് അമേരിക്കത്തെ പല സിറ്റികളിലും അതേപോലെ ലണ്ടന്റെ പല സിറ്റികളിലും അതേപോലെ ഈജിപ്തിലെ പല ഭാഗത്തും ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഷാഫിഈ മദ്ഹബ് സ്വീകരിക്കുന്ന ആൾമാർ. കർണാടകത്തിലെ വലിയ കുഗ്രാമങ്ങളിലെല്ലാം പോയെങ്കിൽ അവിടെ ചെറിയ വലിയ കുഗ്രാമങ്ങളിലെല്ലാം ഷാഫിഈ മദ്ഹബിന്റെ ആൾമാർ ഇന്നും ഉള്ള പരമ്പരാഗതമായിട്ട് അങ്ങനെ ബാപ്പന്മാർ പൂർവ്വസന്മാർ എന്നിട്ട് ആ മദ്ഹബ് സ്വീകരിച്ചുകൊണ്ടുള്ള ആൾമാർ ആൾമാർ ഹനഫി മദ്ഹബുകാരാണ്. ഏതായാലും ഈ മദ്ഹബുകളെല്ലാം അതിലെല്ലാം എത്തുന്നത് സ്വർഗ്ഗലോകത്തിലാണ്. അതിലെല്ലാം ഡെസ്റ്റിനേഷൻ പോയിന്റ്. ആ മദ്ഹബിന്റെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാൻ വഫാത്തായ പരിശുദ്ധമായ റജബ് ദിനത്തിലേക്ക് മഹാനവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇമാമികൾ എഴുതി വെച്ച ഇമാം ദാറഖുത്നി റളിയല്ലാഹു അൻഹു, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഇമാം മുനാവി റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒരുപാട് ആൾമാർ ഷാഫിഈ ഇമാമിന്റെ ബയോഗ്രഫികൾ മഹാന്റെ സീറകൾ എഴുതി വെച്ചതായിട്ടാണ്. ഇമാം സഹാബി റളിയല്ലാഹു അൻഹു മഹാചന്ദ് തന്റെ കാലഘട്ടത്തിലെ ഷാഫിഈ ഇമാമിനെ പരിചയപ്പെടുത്തുന്നത് അവിടുത്തെ ഇൽമും തഖ്വയും അവിടുത്തെ വളവും അവിടുത്തെ സൂക്ഷ്മതകളും പഠിപ്പാടാകട്ടെ നാപ്പോടുള്ള ഗ്രന്ഥങ്ങൾ മഹാനവരുടെ തന്റെ കാലഘട്ടത്തെ എഴുതി വെച്ചതായിട്ടാണ് കണ്ടേക്കാം. ബഹുമാനപ്പെട്ട ഇമാം സുറൂജി റളിയല്ലാഹു അൻഹു അവിടുത്തെ ത്വബഖാത്തു ഷാഫിഈയ എന്ന ഗ്രന്ഥത്തിൽ
ഏകദേശം 4000 പേജുകൾ ഷാഫിഈ മദ്ഹബിലെ അനുഷ്ഠാനങ്ങൾ ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര വിശദീകരിക്കുന്നത് ഫത്വകൾ വിശദീകരിക്കുന്നത് അത്വഖാത്ത് ഷാഫിഈയ അൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ഇതിൽ നിന്നാണ് ഷാഫിഈ മദ്ഹബിനെ പറ്റിയെങ്കിലും ഇതിൽ ഷാഫിഈ ഇമാമിനെ പറ്റിയാണ് പ്രതിപാദനമാക്കില്ല. കാരണം മഹാനവർക്ക് ഒരുപാട് പേജുകൾ കൊണ്ടുപോകും. ബഹുമാനപ്പെട്ടവർ عالم قريش يبدأ طباق الأرض إلما حبيبا صلى الله عليه وسلم أنت قريشي ترواحي أنت قريشي فاميلي ولي وعالم ولي وإدوان صبرهم بإدوان صبر يبدأ طباق الأرض إلما ഈ ദുനിയ മൊത്താനെ അയാൾ അനിയായിമാർ അയാൾ എഴുതുകൾ ദുനിയ മൊത്താനെ അതിൽ ശ്രദ്ധാവുകൊണ്ടു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നുവെച്ചത് ആ ഹദീസ് താത്പര്യ ആ ഹദീസ് ഭവിഷ്യവാണി അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു ഐതിഹ്യത്തിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കണ്ടു. വിശുദ്ധ മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ടവർ ചെറിയ വയസ്സിലെ മരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഉമ്മയാണ്. പിന്നെ ഉമ്മയുടെ വഴിയിലാണ് ബഹുമാനപ്പെട്ടവർ വെളിയിൽ ബഹുമാനപ്പെട്ടവർ സുബ്ഹാനല്ലാഹ് വലിയ ഉമ്മയാണ്. ആത്മീയമായി വലിയ പിന്നെ സദ്ഗുണമായിട്ടില്ല പൈസകാശില്ലാത്ത സാക്ഷാത്കാരിയുമാ അണ്ട് ഇറച്ചി സേവാക്കണത്തെ മാംസ വിഗ്രഹത്തെ ഇറച്ചി വിഗ്രഹത്തെ ആ ഇറച്ചി അങ്ങനെയിൽ പോയിട്ട് അവിടെ വേസ്റ്റായിട്ട് ഇറങ്ങത്തെ ഇറച്ചിയുടെ മുള്ളുകളെല്ലാം കൽക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ശുചീകരണമാക്കിയിട്ട് ഔദ്യോഗിക കൊണ്ടുവന്നോണ്ടിട്ട് എന്തിനാണ് ആ ഇറച്ചിയുടെ മുള്ളിൽ കൂടി ബഹുമാനപ്പെട്ട ഒരുപാട് അയൽമുകൾ ചോദിട്ട് അങ്ങനെ സുബ്ഹാനല്ലാഹ് ഔദ്യോഗിക ഒരു റൂം നിറോടി മുള്ളുകളാണ് എത്തിയിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ തഫ്സീറുകളും ഹദീസുകളും ഹദീസ് വ്യാഖ്യാനങ്ങളും ഒരുപാട് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട മസലകൾ എഴുതിയെടുത്ത് ഒരുപാട് മുള്ളുകൾ ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. മദീനത്തിൽ പോയി പഠിച്ച് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശിഷ്യത്വം സ്വീകരിച്ച ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിന്റെ ദർസിൽ പോയിട്ട് അവിടെ പോയിട്ട് ദ്വാരയായപ്പോൾ ബഹുമാനപ്പെട്ടവർ ലാസ്റ്റിലാണ് ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ ലാസ്റ്റ് ചോദിക്കുന്നത് ഇന്നത്തെ ഷാഫിഈ ഇമാം സ്വന്തം ഇതൊരു കൈ എന്തമായി എഴുതി പോയി ആക്കിക്കൊണ്ടുണ്ട്. മാലിക് ഇമാം നോക്കിയിട്ട് ഈ വിദ്യാർത്ഥി എന്താണ് എഴുതിയിട്ടുള്ളത്? അയാളെ കയ്യിൽ പെണ്ണില്ല, അയാളെ കയ്യിൽ ഒക്കില്ല, എന്തും ഇല്ലാതെ ഇയാൾ കച്ചവടമുള്ള നാട്ടിൽ ബഹുമാനപ്പെട്ട മാലിക് ഇമാം ക്ലാസുകളെല്ലാം കീഴടങ്ങിന്റെ ഒട്ടടിച്ച് കേട്ട് എന്താണ് ഈ ആക്കിക്കൊണ്ടുള്ളത്? അടിപ്പാട് സന്ദർഭത്തിൽ ഈ കച്ചവടമുള്ള നാട്ടിൽ കേട്ടപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്നോട് എടുക്കോ പെണ്ണില്ല, എനിക്ക് എന്തോ ഒക്കില്ല, അതുകൊണ്ടതായ ആത്മീയമായ സബലത്തുകൾ എന്നോട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെതായ ഓരോ ഹദീസുകൾ ആ ഹദീസ് ചെറുതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായ പരമ്പരകൾ അതെല്ലാം എന്റെ ഓരോ കൈ കൊണ്ട് ഇതിലൂടെയാണ് എഴുതിയ ഓരോ സൂചനകളെ അത് എന്റെ കൽപ്പുലിക്കുകയായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിപ്പാടിയത് ഓരോ ഹദീസുകൾ ആ ഹദീസ് വിളിച്ചിട്ട് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉസ്താദുമാർ ഉസ്താദ് ആ സിൽസില ആ പരമ്പര ആ സനദ് കംപ്ലീറ്റ് ആയി ഉസ്താദ് പടപടാണ് ചെന്നുകൊടുത്തു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏത് വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ കണ്ടവാക്കിയ മഹാനാണ്. 10ാമത്തെ വയസ്സിൽ മാലിക് ഇമാമിന്റെ ലോകപ്രസിദ്ധമായ മോത്താജനത്തെ ഹദീസുകളെ കണ്ടവാക്കിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉസ്താദോട് വലിയ അളവിൽ വലിയ ബഹുമാനിച്ചിട്ട് പഠിപ്പാടിനോട് ചെറിയ ഭാഷായാലും ഉസ്താദ് വലിയ ബഹുമാനിച്ചുകൊണ്ടിട്ട് ബഹുമാനപ്പെട്ട ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉസ്താദെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട ഒരു പേജ് ഇരിക്കുന്നു വലിയ സൂക്ഷ്മതയോടെ ഉസ്താദ് ഇസ്ലാമാവാന്റെ ആ ഒരു പേജിൽ ഹോഫുൽ ബഹുമാനപ്പെട്ട വാലി ശാന്തതയാണ്. ബഹുമാനപ്പെട്ട ഒരു പേജുകൾ പോലും കർണാടകയിലെ മഹാന ചരിത്രങ്ങൾ ചെന്നവരാണ്. ബഹുമാനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളിൽ റിസാല ചെന്നതായ ഗ്രന്ഥം ആ ഗ്രന്ഥം വലിയ അത്ഭുത ധാരാളമുള്ള ഗ്രന്ഥയാണ്.
ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ശിഷ്യൻ മുസ്ലിം ഇമാം എന്ന മഹാജനക്ക് 500 വട്ടം ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ അദ്ദേഹത്തിന്റെ ഈ റിസാല ഗ്രന്ഥത്തെ 500 വട്ടം പുനരാവർത്തനാക്കി ഓതിയത് 500ാമത്തെ വട്ടം ഓതുമ്പോൾ പുതിയ പുതിയ ഇൽമുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയുണ്ട്. ശിഷ്യനായ ഇമാം മുസ്ലിം തന്നെ ചെറുതായിട്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ ആയുസ്സ് 30 വർഷക്കാലം ഞാൻ എപ്പോഴും എല്ലാ ഇസ്ലാമിലും സുജൂദിൽ വെച്ച് ഒരു പണ്ഡിതൻ ഖുർആനിലാണ് ദുആ ആരംഭിക്കുന്ന അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു 30 വർഷം സുജൂദിൽ വെച്ചിട്ട് ആ ആലിം ദുആക്കുള്ള കാരണങ്ങളുണ്ട്. ഈ ദുനിയാവുള്ള എല്ലാ ഇൽമുകളുടെ കേന്ദ്ര അത് മർക്കസ് അത് സെൻട്രൽ പോയിന്റ് ഏത് ആലിം ഇൽമു കിട്ടിയതിനും അതെല്ലാം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നാസിറു സുന്ന ഈ സുന്നത്തിൽ ഹദീസിൽ ജീവിതത്തിലേക്ക് പോകുന്ന ആള് അത് സഹായിച്ചതിനകത്ത് ഒരുപാട് പേറ്റലുകൾ ബഹുമാനപ്പെട്ടവരുണ്ട്. ബഹുമാനപ്പെട്ട ജീവിതത്തിൽ പഠിക്കാനായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എപ്പോഴും ഖുർആൻ ഓതുന്നത് മഹാനായിട്ട് ഇന്നത്തെ ഹുതുവച്ചത് തിലാവത്തുൽ ഖുർആൻ ഓതുകൊണ്ടാണ് ഖുർആനിൽ മഹത്വമുണ്ട്. എല്ലാ ദോഷങ്ങളും പുറത്താവാതെ പോലെ കൽവികൊണ്ട് ആയുധമാണ്. അർത്ഥബുദ്ധിയിലെങ്കിലും വലിയ ഓർമ്മയ്ക്ക് പവറുണ്ട് ഖുർആൻ. ആ ഖുർആനെ എല്ലാ നാളും ചിന്തിച്ചു നോക്കണം. എനിക്ക് സൂറത്തുൽ കഹ്ഫ് ഓതുകൊണ്ട് അവസാനിക്കില്ല, എനിക്ക് ചെറിയൊരു തബാറക സൂറത്ത് ഓതുകൊണ്ട് അവസാനിക്കില്ല, റൂഹുൽ വാഖിയ സൂറത്ത് ഓതുകൊണ്ട് അവകാശിക്കില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ ഒരുപാട് ശിഷ്യന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി ഒരുപാട് പണികൾ നടത്തിയ മഹാ എല്ലാ നാളും നിരന്തരമായിട്ട് പരിശുദ്ധ ഖുർആൻ മുഹത്തും തീർക്കുകയും പൂർണ്ണമായിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നെങ്കിൽ 2 ഖത്തുകൾ ബഹുമാനപ്പെട്ടവർ തീർക്കുകയും അങ്ങനെ റമളാൻ ലാസ്റ്റാൽ 60 ഖത്തുകളുടെ വലിയൊരു പാക്കേജുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ആ മഹാന്മാരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് സുഹീസിലുള്ള പേര് ഓതുകയും വലിയൊരു മനസ്സാണ് കാട്ടുന്ന സത്വമീകൾ ഇങ്ങനെ ചാവല ഓതിയാക്കിയിട്ട് ഒരു ഓതിയിൽ നിരന്തരമായി അല്ലാഹു ഇബാദത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഓതി നിരന്തരമായി ഏതിയോട് ഗ്രന്ഥരചനകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഓതി ബഹുമാനപ്പെട്ടവർ പിന്നെ വാക്കുകളായി നിസ്കരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ചെന്നൈയിൽ ദീർഘകാലത്തെ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിട്ട് മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ രജവീകൾ അല്ലാഹു ആ മഹാന്റെ അനുയായിമാരാണ്. ആ മഹാൻ പഠിപ്പാക്കിയ കർമ്മശാസ്ത്രങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓർവാക്കി നിശ്ചയിക്കുന്ന നോക്കുടിക്കുന്ന ആൾമാരാണ്. നാളെ പരലോകത്തിൽ എത്തുമ്പോൾ ആ ആ ലോക പ്രസിദ്ധനായ ആലിമുടെ കൈ പിടിച്ചിട്ട് മുസാഫത്താക്കിയിട്ട് ആ മഹാന്റെ അറിവ് വിളിക്കും. ആ മഹാന്മാർ ഒട്ടുന്ന ഈ സ്വന്തത്തിൽ ഒരുമിച്ച് കൂടി തരണേ റഹ്മാൻ. ആ മഹാന്റെ ബർക്കത്തും ആ മഹാന്റെ എല്ലാവിധ പൊരുത്തവും കടലിലും തടയും നീ തരണേ റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ ആ മഹാന്മാരുടെ ഹിദുകൾ നമുക്ക് അതുപോലെ ആക്കുവായിലും അങ്ങനെ അവസരം പ്രചാരാക്കും അങ്ങനെ നീ ചെന്നുകൊടുക്കും നമുക്ക് ഈ അവസരങ്ങൾ ഉണ്ടാക്കി തരണേ റഹ്മാൻ. ആ മഹാന്മാർ ഒട്ടു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടു റസൂലുള്ളാഹി സ്വന്തത്തിൽ നീ ഒരുമിച്ച് കൂടി തരണേ റഹ്മാൻ. പരിശുദ്ധ ശഅബാൻ വന്നുകൊണ്ടുള്ളത് സ്വീകരിക്കുന്നത് നീ തൗഫീഖ് തരണേ റഹ്മാൻ. റമളാൻ നീ ദുആഇ തരണേ റഹ്മാൻ. എത്രയോ ആളുകൾ മരണപ്പെട്ടുപോയ ഗൾഫുൽ മസ്ഊദിന്റെ ചെറിയ വയസ്സുള്ള സഹോദര 3 മക്കളെ അപ്പ പെട്ടെന്നായിട്ട് ഹൃദയാഘാതമായിട്ട് മരണപ്പെട്ടുപോയിട്ട് റബ്ബേ നീ പുറത്തു കൊടുക്കണേ റഹ്മാൻ. റബ്ബേ അതുപോലെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിങ്ങളെയും കുടുംബത്തെ നീ കാത്തുസലാമത്താക്കി തരണേ റഹ്മാൻ. ആമീൻ യാ റഹ്മാൻ റഹീം. اللهم صل على النبي المصطفى حبيبنا سيدنا محمد النبي الذي وعلى اله وصحبه وسلم. اللهم صل على النبي المصطفى حبيبنا سيدنا محمد النبي الذي وعلى اله وصحبه وسلم. اللهم صل على النبي المصطفى حبيبنا سيدنا محمد النبي الذي وعلى اله وصحبه وسلم. اللهم صل